ാണ് ഉദ്ഘാടനം ചെയ്തത് നെടുമുടി തകഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പടഹാരം പാലം. ഇത് കുട്ടനാടിൻ്റെ ഗതാഗത ശൃംഖലയ്ക്ക് വലിയ കരുത്താകുന്ന ഒന്നാണ്. കുട്ടനാടിൻ്റെ സമഗ്ര വികസനത്തിനായി 615 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിക്കും 132 കോടി രൂപയുടെ വിയപുരം മുളക്കാത്തുരുത്തി റോഡ് നിർമ്മാണത്തിനും തുടക്കം കുറിക്കാനായിട്ടുണ്ട്. ഈ പുനരുജ്ജീവനം നാം കാണേണ്ടത് ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള വികസന പദ്ധതികളാണ് നടപ്പായിട്ടുള്ളത്. ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേന്ദ്ര സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച കാലത്തായിരുന്നു 10 വർഷം മുൻപ് LDF സർക്കാർ ഭരണം ഏറ്റെടുക്കുന്നത്. ദേശീയപാത അതോറിറ്റി അവരുടെ കേരളത്തിലെ ഓഫീസ് തന്നെ അടച്ച് കേരളം വിട്ടിരുന്നു. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് ദേശീയപാതയുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞു. ഇപ്പോൾ സർക്കാർ ഇതിന് നൽകിയ പ്രാധാന്യം കാരണമാണ് മുടങ്ങിക്കിടന്ന ദേശീയപാത നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചപ്പോൾ ദേശീയപാതയുടെ 2 റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യുന്ന നിലയുണ്ടായി. ഇപ്പോൾ നിർമ്മാണ പ്രതിസന്ധിയിൽ ദീർഘകാലമായി നിർമ്മാണ പ്രതിസന്ധിയിൽ തുടർന്ന ബൈപ്പാസുകളുണ്ടായിരുന്നു. കൊല്ലം, ഇവിടെ ആലപ്പുഴ, തലശ്ശേരി, മാഹി, വെങ്ങളം, രാമനാട്ടുകര, ഇതെല്ലാം ഈ ഘട്ടത്തിൽ ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാതയുടെ ആകെയുള്ള 678 കിലോമീറ്റർ 492 കിലോമീറ്റർ പണി പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യ തുരങ്കപാത അതിൻ്റെ പണിയും നല്ല നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. 10 വർഷം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 29,573 കിലോമീറ്റർ റോഡിൽ ഏകദേശം 18,000 കിലോമീറ്റർ റോഡുകൾ ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 20,000 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തി നിലനിർത്താൻ കഴിയുകയാണ്. 2016-21 വരെ ഉണ്ടായിരുന്ന കാലയളവിൽ 194 പാലങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് ശേഷമുള്ള കാലയളവിൽ കിഫ്ബി പദ്ധതിയുടെ 44 പാലങ്ങൾ ഉൾപ്പെടെ ആകെ 221 പാലങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. 10 വർഷം കൊണ്ട് 415 പാലങ്ങളാണ് പൂർത്തിയായത്. കഴിഞ്ഞ 5 വർഷം മാത്രം 14 റെയിൽവേ ഓവർബ്രിഡ്ജുകളും പണി പൂർത്തീകരിക്കാനായി. അരുക്കുറ്റിയിലെ വടുതലയെയും പെരുമ്പളം ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാണാവള്ളി പാലം ഈ അടുത്താണ് നാടിന് സമർപ്പിച്ചത്. കിഫ്ബിയിലൂടെ 106 കോടി രൂപ വകയിരുത്തിയ ഈ ബൃഹത് പദ്ധതി നാട് നല്ല നിലക്ക് സ്വീകരിച്ചു വന്ന മുഖ്യധാരയിൽ നിന്നും തകർന്നു പോകുമായിരുന്ന ഒരു ജനതയെ കൈപിടിച്ചുയർത്താനുതകുന്ന ഈ പാലം പെരുമ്പളം ദ്വീപിൻ്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തന്നെ തുറന്നിടുകയാണ്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഇങ്ങനെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ആകെ 1179 കിലോമീറ്റർ മലയോര ഹൈവേ, അതിൽ 473 കിലോമീറ്റർ മലയോര ഹൈവേ പൂർത്തിയാക്കാൻ കഴിയും. കിഫ്ബി പദ്ധതിയിൽ 793 കിലോമീറ്റർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോര ഹൈവേക്ക് DPR സമർപ്പിച്ച എല്ലാ സ്ട്രെച്ചിനും പൂർണ്ണമായും സാമ്പത്തികാനുമതി നൽകിക്കഴിഞ്ഞു. കിഫ്ബി വഴി മാത്രം 243 കിലോമീറ്റർ മലയോര ഹൈവേ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 537 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 3867 കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്ക് അനുവദിച്ചിട്ടുണ്ട്. 605 കിലോമീറ്റർ ദൂരത്തിൽ
തീരദേശപാതയ്ക്ക് അനുമതി നൽകി. ഇതിൽ 507 കിലോമീറ്റർ തീരദേശപാത കിഫ്ബി വഴിയാണ് വികസിപ്പിക്കുന്നത്. 3 റീച്ചുകളാണ് പൂർത്തിയായത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. 39 റീച്ചുകളിൽ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. 5824 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, കോവിഡ് വലിയ പ്രതിസന്ധിയാണ് തീർത്തത്. ആ പ്രതിസന്ധി മറികടന്ന് സഞ്ചാരികളുടെ എണ്ണത്തിലും വരുമാനത്തിലും സർവകാല റെക്കോർഡിലാണ് നാം എത്തിയിരിക്കുന്നത്. 2025 2,58,80,365 സഞ്ചാരികളാണ് കേരളത്തിൽ എത്തിയത്. 2023 മുതൽ തുടർച്ചയായി സഞ്ചാരികളുടെ എണ്ണം റെക്കോർഡ് ഭേദിക്കുകയാണ്. 2025 50,000 കോടി രൂപയുടെ വരുമാനം ടൂറിസം മേഖലയിലൂടെ സാധ്യമായി. 2024 അപേക്ഷിച്ച് 5,000 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലഭിച്ചത്. ആലപ്പുഴയിൽ തീരസംരക്ഷണത്തിലും കുട്ടനാട് പുനരുജ്ജീവനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കണ്ട ഈ മാറ്റങ്ങൾ കേരളം മുഴുവൻ കൈവരിച്ച സമഗ്ര പുരോഗതിയുടെ ഭാഗമാണ്. സംസ്ഥാനത്താകെ ക്ഷേമവും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ദിശ തുടരേണ്ടത് അനിവാര്യമാണെന്നാണ് ജനങ്ങൾ കാണുന്നത്. ഈ നേട്ടങ്ങൾ നിലനിർത്താനും കൂടുതൽ ശക്തിപ്പെടുത്താനും ആലപ്പുഴയിലും കേരളത്തിലാകെയും LDF കൂടുതൽ കരുത്തോടെ വിജയിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതോടൊപ്പം പറഞ്ഞതാണെങ്കിലും ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് FCRA നിയമ ഭേദഗതിയാണ്. ഇതെടുക്കപ്പെട്ടാണ് പാർലമെൻറ്റിലൂടെ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തും. ഗൗരവമായ ആശങ്കകൾ നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വന്നിരിക്കുക. സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ, ആ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ലഭിക്കുന്ന സഹായങ്ങളെയെല്ലാം ഇത് വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ദുരിതാശ്വാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സേവന സംഘടനകളുണ്ട് നമ്മുടെ രാജ്യത്ത്. സമൂഹത്തിലെ ഏറ്റവും നിസ്സഹായരായ ജനങ്ങൾക്ക് നൽകുന്ന സഹായവും പരിചരണവും ഇതെല്ലാം തടയുന്ന രീതിയിലാണ് ഈ ഭേദഗതി നീങ്ങുന്നത് എന്ന ആശങ്കയാണ് വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശങ്ക എല്ലാവരും പങ്കുവെക്കുകയാണ്, സർക്കാരും അത് പങ്കുവെക്കുക തന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത് വലിയ ആഘാതമായിട്ടാണ് മാറുന്നത്. സാമൂഹ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, വിമർശന സ്വരങ്ങളെ അടിച്ചമർത്തുക, അത്തരമൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഈ നീക്കമെന്നത് തിരിച്ചറിയേണ്ടത്. ജനാധിപത്യത്തിൻ്റെ ആത്മാവിനും സാമൂഹ്യ നീതിക്കും വിരുദ്ധമായ ഈ ഭേദഗതി അടിയന്തരമായി കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഇതാണ് ആമുഖമായി പറയാനുള്ളത്. കുട്ടനാട് ഇത്തവണ കൊയ്ത്തിൻ്റെ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല നിലക്ക് കാര്യങ്ങൾ മുന്നേറുകയാണ്. മില്ലുകൾ കാര്യമായി സഹകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. UDFന്റെ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. ഒപ്പം തന്നെ LDFന് കുറെ സീറ്റുകൾ നഷ്ടമാവുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെയുള്ള ഒരു കണ്ടെത്തൽ സർവേ. ഇത് സ്വാഭാവികമല്ലേ. അത് ഏതെങ്കിലും ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് LDF ജയിക്കാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സർവേയിൽ കഴിഞ്ഞ
സർവേയുടെ ഫലം എന്തായിരുന്നു? എത്രയായിരുന്നു അന്ന് UDF സീറ്റ് പറഞ്ഞത്? പിന്നെ കിട്ടിയ സീറ്റ് എത്രയാണ്? ആ സർവേയിൽ LDF എത്ര പുറകിലായിരുന്നു കഴിഞ്ഞ 2021 ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപ് കാണിക്കുന്ന ഒരു ഗിമ്മിക്കാണല്ലോ. അതല്ലല്ലോ നാടിൻ്റെ അനുഭവം. നാട് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ LDF എന്തിനാണ് 2021 തുടർഭരണം ഏൽപ്പിച്ചത്? ദീർഘകാലമായിട്ട് കേരളത്തിൽ നിലനിന്ന് വരുന്ന ഒരു സമ്പ്രദായത്തെയല്ലേ മാറ്റിയത്. അത് ജനങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ ആ തുടർഭരണം ഏതെങ്കിലും തരത്തിൽ ഒരു വിനയായിപ്പോയി എന്ന് ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതേസമയം അഭിമാനത്തോടെയല്ലേ ഓരോ ഘട്ടവും ജനങ്ങൾ കടന്നു വന്നത്. ഞങ്ങളെടുത്ത തീരുമാനം ശരിയായി എന്നല്ലേ ജനങ്ങൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുക. ഞങ്ങൾക്കത് സംബന്ധിച്ചൊരാശങ്കയും. അത് ഇതുവരെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങളെ കൂട്ടത്തിലായിരുന്നല്ലോ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ കണ്ണൂരിൽ മത്സരിക്കേണ്ട ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മത്സരിച്ച നിലയിൽ ഞങ്ങൾ നല്ല നിലയ്ക്ക് തന്നെ കഴിഞ്ഞ തവണയൊക്കെ ജയിച്ചു വരുന്നത് കണ്ടല്ലോ. നല്ല മാറ്റങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. കാലം മാറുന്നതിനനുസരിച്ച് നാട് നല്ല മാറ്റങ്ങൾ വരികയാണ്. പക്ഷേ ഈ പറഞ്ഞയാൾ ഇതിനേക്കാൾ അപ്പുറം ഇനി പറയും. കാരണം എത്തിപ്പെട്ട ക്യാമ്പ് അതാണ്. ആ ക്യാമ്പിൽ നിന്ന് നല്ല പിന്തുണ കിട്ടണമെങ്കിൽ ആ ക്യാമ്പിൻ്റെ ആളായി ഇന്ന് പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെ ഭാഗമായി വിദ്യാർത്ഥി ജീവിതം തൊട്ട് പ്രവർത്തിച്ച് വന്നയാളാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ പ്രധാനമായി എതിർക്കേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിനെയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തൊപ്പിയാണല്ലോ എടുത്ത് തലയിലിട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ കോൺഗ്രസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താൻ ഉള്ള വഴി ഞാൻ പഴയ ആളല്ല, പുതിയ ആളാണ്. അതിൻ്റെ ഭാഗമായി പഴയതിൻ്റെ ഭാഗമായതിനെല്ലാം തള്ളിപ്പറയണം. അതിനാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉയർത്തുന്നത്. അത് ആ നിലക്ക് വരുമെന്ന് നമ്മൾ കണ്ടോളണം. അതിൽ ഇനിയും കൂടുതൽ ജീർണതയിലേക്ക് അദ്ദേഹം പോയേക്കാമെന്നാണ് തോന്നുന്നത്. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പുന്നപ്ര വയലാർ സമരസേനാനികളുടെ മണ്ണാണല്ലോ. ഈ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ചിലർക്ക് സംഭവിച്ചു. ഇതുപോലുള്ളതല്ല, ഇതിന് വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ച ഘട്ടങ്ങളുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ ആലപ്പുഴ ശക്തമായി ഉറച്ചു നിന്നൊരു ജില്ലയാണ്. ഇവിടുത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്തതാണ്. അവരുടെ പാർട്ടി കൂറ് വളരെ വലുതാണ്. ഏതെങ്കിലും ഒരാളെ ചാരിയല്ല, പാർട്ടിയോടൊപ്പമാണ് ഇവിടുത്തെ പൊതുവിൽ പാർട്ടി സഖാക്കളും ജനങ്ങളും നിൽക്കുന്നത്. പാർട്ടി സഖാക്കളെക്കാളും ഉപരി ആവേശവും പ്രതിബദ്ധതയും കാണിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അവർക്ക് പാർട്ടി സഖാക്കളുടെ ദൈനംദിന ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ലായിരിക്കും. പക്ഷേ ഒരു പ്രതിസന്ധി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തള്ളി വരുന്ന ജനങ്ങളെ അത്ഭുതാതരങ്ങളോട് ഈ നോക്കി കാണാൻ പറ്റും. അത്തരമൊരു ജില്ലയാണിത്. ഇവിടെ ഒരിടത്തും ഒരു വോട്ടും അവസരവാദികളുടെ നിലപാടിൻ്റെ ഭാഗമായി കുറയില്ല എന്നത് കണ്ടോളും. ഇതിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 5000 BJP വോട്ട് ലഭിക്കും, 5000 CPM വോട്ട് ലഭിക്കും, അങ്ങനെ താൻ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ചെയ്യും പ്രസംഗത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെറുത്തലം എന്നൊരു പ്രയോഗത്തിൽ നടത്തിയത് അത് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു ആഹ്വാനമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം 5000 വോട്ട് BJP നിന്ന് ലഭിക്കും. 5000 വോട്ട് ഇതിൽ ഈ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ ഉള്ള ദയനീയതയുണ്ടല്ലോ, അത് വേറൊരു ഭാഗമാണ്. ഈ ഒരു സുപ്രഭാതത്തിലായിരിക്കില്ലല്ലോ ഇത് നടന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ആലോചനകൾ നേരത്തെ നടക്കുന്നുണ്ടാകും. കോൺഗ്രസിൻ്റെ ചില നേതാക്കളും ഇദ്ദേഹവുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ടാകും. ആ ആലോചനയിൽ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തിയ ഒരു കണക്കായിരിക്കും ഇത്. ഒരു CPIM-നെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. താൻ CPIM-ൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയായാൽ 10,000 അല്ലേ, 15,000 15,000 വോട്ട് CPIM-ൽ നിന്ന് ഇങ്ങനെ അടർന്ന് ഇങ്ങോട്ട് തന്നോടൊപ്പം വരും. ഇതായിരിക്കും ആലോചന നടത്തുമ്പോൾ പറഞ്ഞ ഒരു കാര്യം. അത്
കോൺഗ്രസ്സിനും കുറച്ച് നല്ല ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാകും. കാരണം CPIM-ൻ്റെ കൂടെയുള്ള 15,000 ആളുകൾ കുറയാന്ന് പറഞ്ഞാൽ CPIM നല്ലതുപോലെ ദുർബലപ്പെടുമെന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതിനെ അവർ നല്ല നിലക്ക് കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണണ്ടേ? അതല്ലേ മറ്റേ 10,000-ൻ്റെ കണക്ക്. 10,000 അല്ലേ 5,000. BJP-യുടെ വോട്ട് 5,000 കിട്ടുമെന്ന് പറഞ്ഞത്. അത് ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പറയല്ലേ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട്. അപ്പോൾ BJP-യുടെ കൂടി സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ അദ്ദേഹം മാറുന്നത്. കോൺഗ്രസിൻ്റെയും BJP-യുടെയും വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ പറ്റും എന്നാണല്ലോ കണക്കൂട്ടൽ. ഈ ആലോചന നേരത്തെ നടന്നിട്ടുണ്ടാവുമല്ലോ. ആ ആലോചനകൾ BJP-ക്കാരുമായിട്ട് നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇനി BJP-ക്ക് നൽകിയിട്ടുള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം വന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന മട്ടിലാണ്. പക്ഷേ ഇത്തരത്തിലൊരു നിലയെടുത്ത് വോട്ട് BJP-യിൽ നിന്ന് കൂടി വാങ്ങാൻ സ്വതന്ത്ര വേഷമാണ് നല്ലത് എന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണോ? ഏതായാലും രണ്ടു കൂട്ടരും കൂടി കണ്ടൊരു അഭിപ്രായമാണല്ലോ അത്. അപ്പോൾ BJP കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അമ്പലപ്പുഴയിൽ CPIM-നെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നാണല്ലോ നോക്കുന്നത്. അമ്പലപ്പുഴ ഇപ്പോൾ കുറച്ച് ദീർഘകാലമായിട്ട് തന്നെ LDF ഇത്തരമൊരു ആളെ സ്വീകരിച്ച് ഞങ്ങളെ തകർക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് കഴിയുന്നതല്ല. അമ്പലപ്പുഴ ഈ കഴിഞ്ഞ കാലത്ത് LDF-നോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇത്തവണയും നല്ല നിലയിൽ തന്നെ LDF-നോടൊപ്പം അമ്പലപ്പുഴ നിൽക്കുമെന്നതിൽ സംശയമില്ല. നല്ല നിലക്ക് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സലാം ജയിച്ചു വരിക തന്നെ ചെയ്യും. BJP-യോട് LDF-ന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് BJP-യോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യമായ CPM വോട്ടുകളൊന്നും മണ്ഡലത്തിൽ ഇല്ലായിരുന്നു. അതല്ലേ ഇപ്പൊ പറയുന്നതല്ലേ. ഇപ്പൊ അതല്ലാത്ത ഇതിനേക്കാളും അധികം അദ്ദേഹം പറയാൻ നിർബന്ധിതനാവും. കാരണം CPM വോട്ടല്ലാതെ പിന്നെ ഏത് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ആരാ അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിച്ചത്? അദ്ദേഹമാക്കിയത് ചെറുപ്പം നാൾ തൊട്ട് ഞങ്ങളെ പാർട്ടിയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഒരാൾ പാർട്ടിയിൽ വളർന്നു വരുന്നത് അയാൾ എല്ലാ തരത്തിലും പൂർണ്ണവാനായിട്ടല്ല. ഒരു മനുഷ്യനെന്ന നിലക്കുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഓരോ ആൾക്കും ഉണ്ടാവും. ആ കുറവുകളും പോരായ്മകളും ഒക്കെ നല്ല നിലക്ക് ഇടപെട്ട് തിരുത്തി നല്ലതുപോലെ വളർത്തിയെടുക്കുന്ന നിലയാണ് പാർട്ടി സ്വീകരിക്കുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിൽ ആദ്യം വിദ്യാർത്ഥി പ്രവർത്തനം, പിന്നെ പാർട്ടിയിൽ മറ്റു വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞ അറിവ് അത് പാർട്ടിയിലൂടെ ലഭിച്ചതാണല്ലോ. പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വളർത്തുന്നത്. ആ പാർട്ടിയെ ആകെ തള്ളിപ്പറഞ്ഞ് എനിക്ക് പാർട്ടിയുടെ വോട്ടൊന്നും ആയിരുന്നില്ല മറ്റേതോ വോട്ടായിരുന്നു എന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നില്ലേ. നിങ്ങളെല്ലാം ഈ ജില്ലക്കാരാണല്ലോ. നിങ്ങൾ അല്പം ഒരു ചിരിയോടെയായിരിക്കുമല്ലോ അത്തരം വാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുക. പിന്നെ CPIM-നെതിരെ പറയുന്നതായതുകൊണ്ട് ചെറുക്കൊരു സുഖം തോന്നുന്നു മാത്രം. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാസ്യത എല്ലാവർക്കും ബോധ്യമാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ൻ്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ് ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലെ നല്ല നിലക്ക് വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണല്ലോ. പക്ഷേ ആ സഖാവിനോട് അദ്ദേഹത്തിന് എത്രമാത്രം വൈമുഖ്യമുണ്ടായി എന്താണല്ലോ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. അങ്ങനെ ഒരു നില എടുത്തു പോകേണ്ട കാര്യമുണ്ടോ? ഒരാളെ വ്യക്തിപരമായി വളർന്നു വരുന്നത് മറ്റാരും ഇവിടെ വളരണ്ട എന്നൊരു നിലപാട് അങ്ങനെ സ്വീകരിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അതുകൂടിയില്ലേ അതിൻ്റെ പിന്നിൽ? അങ്ങനെയൊക്കെയാണോ കാണേണ്ടത് കാര്യങ്ങൾ?
നിലനിൽക്കുന്ന ഒരു മുന്നേറ്റ പോരാട്ടം പാർട്ടി കുറയ്ക്കുന്നു തന്നെ. ഭുവനേശ്വരൻ നമ്മുടെ അനശ്വരനായ ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ സ്മരണ അതിൻ്റെ നിലയിൽ നിന്ന് അറത്തി മാറ്റി ഇപ്പം ചെന്നുപെട്ട ക്യാമ്പിനെ ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതുതന്നെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകും. ഭുവനേശ്വരൻ്റെ സ്മരണ നല്ല നിലക്ക് നിലനിൽക്കുകയാണ്. അത്തരം രക്തസാക്ഷികളുടെ സ്മരണ മുൻനിർത്തി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് നീതി ചെയ്യുന്ന തീരുമാനങ്ങൾ തന്നെയാണ് പൊതുവിലുണ്ടാകാൻ പോകുന്നത്. FCRA വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ഇത് വലിയ തോതിൽ അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കണക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഇത്തരം സംഘടനകളെ അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ നല്ല ആശങ്ക പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ധാരാളം ക്രൈസ്തവ മേധാവികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശങ്കയൊന്നും ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ ആകെ ഒന്നിച്ചു നിർത്തിയല്ലേ പോകേണ്ടത്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രത്യേകമായൊരു ശത്രുതയോടെ സമീപിക്കുന്ന നില ഗുണകരമായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് അതാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSS അംഗീകരിച്ച നയമുണ്ട്. ആ നയമനുസരിച്ച് 3 ആഭ്യന്തര ശത്രുക്കളാണ് അവർക്ക്. ആ 3-ൽ 2 മുസ്ലിമും ക്രിസ്ത്യനുമാണ്. അതായത് ന്യൂനപക്ഷമാണ്. ഇത് പരസ്യമായി പറഞ്ഞവരാണവർ, രഹസ്യമല്ല. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. അപ്പോൾ അത്തരം വിഭാഗങ്ങളെ എങ്ങനെയൊക്കെ അപായപ്പെടുത്താൻ പറ്റും, ഇതാണ് സ്വാഭാവികമായി RSSും സംഘപരിവാറും ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുമെന്ന് നോക്കാൻ ചില മാരീച വേഷക്കാർ ഇറങ്ങാറുണ്ട്. ചില ഘട്ടത്തിൽ കേക്കൊക്കെ ആയിട്ട് അരമനയിൽ പോകാറുണ്ട്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതൊക്കെ അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചു വെച്ചുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥ ഉദ്ദേശം എല്ലാവർക്കും ഇതാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില ഭിക്ഷാന്തേഹികൾ അവരുടെ കൂട്ടത്തിൽ ചെന്ന് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ പുരോഹിതന്മാരെക്കുറിച്ചൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് BJPയെ അല്ലെങ്കിൽ RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അവരെത്തിപ്പെട്ട ക്യാമ്പിൽ നിന്ന് അവരുടെ കൂറ് വ്യക്തമാക്കാൻ തങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങളെ ആകെ തള്ളിപ്പറയാൻ തയ്യാറാവുകയാണ്. ഈ രീതിയിലല്ലെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയും ഇതിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നത് അതൊക്കെ ശരിയായ രീതിയിൽ ജനങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം മതനിരപേക്ഷതയ്ക്ക് ആപത്തുണ്ടാക്കുന്ന കാര്യമാണ്. മതനിരപേക്ഷതയ്ക്കെതിരെ ഉയരുന്ന വെല്ലുവിളി ശരിയായ രീതിയിൽ നേരിട്ടുകൊണ്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിർത്താൻ തോന്നും. നിങ്ങൾ കാണുന്നത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാളല്ല ഞാനിപ്പോൾ. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പായതോടുകൂടി അതിൻ്റെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ എന്താണ് പരാതി എന്നൊക്കെയുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വായിച്ചു അങ്ങനെയാണെന്നുള്ളത്. ഏതായാലും ആ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വേറെ പരാതിയൊന്നും വന്നിട്ടില്ല. ആ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ നല്ല നിലയ്ക്ക് തന്നെ നടപടികൾ നീങ്ങുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയില്ല